ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്നും കേന്ദ്ര അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. ഹർജി അടുത്ത ആഴ്ച പരിഗണിക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങളും ചേർന്നു. വിഷ്ണു, ഈ അന്വേഷണത്തിൽ പ്രശ്നമുണ്ട് എന്ന് BJP അധ്യക്ഷൻ വാദിക്കുന്നുണ്ടോ ഹർജിയിൽ? ഹഷ്മി, BJP അധ്യക്ഷന്റെ പ്രധാനപ്പെട്ട വാദം ഇത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് അടക്കം വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയാണ് ഇതിന്റെ തട്ടിപ്പ്. ആ പശ്ചാത്തലത്തിൽ നിലവിലുള്ള അന്വേഷണ സംഘത്തിന് പരിമിതികളുണ്ട്. ആ സാഹചര്യത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒപ്പം ഇതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട്. ഈ പ്രതികളായപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ, അവർ സമ്മർദ്ദം ചെലുത്തി അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സാധ്യത അടക്കമുണ്ട്. ആ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി ഇടപെട്ടാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരികയുള്ളൂ. അത്രയും വ്യാപ്തിയുള്ള ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയിട്ടുള്ള ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഹർജിയിൽ ചില പിഴവുകളുള്ള പശ്ചാത്തലത്തിൽ അത് പരിഹരിച്ച് അടുത്ത ആഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കാനാണ് നിലവിൽ ദേവസ്വം ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഹാഷ്മി, വിഷ്ണു, ആ ബെഞ്ച് ചെറിപ്പിക്കിയെടുത്ത ഉദ്യോഗസ്ഥരാണ്, അല്ല സർക്കാർ കൊടുത്ത ഉദ്യോഗസ്ഥരല്ല. ആ ബെഞ്ചിന്റെ താല്പര്യപ്രകാരമുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ കോടതിയുടെ കൃത്യമായ മേൽനോട്ടം അതിലുണ്ട്. ഒരുപക്ഷെ കോടതിക്ക് അറിയാവുന്ന വലിയ ബോധ്യങ്ങൾ, വലിയ കൺവിക്ഷൻസ് അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട്. അപ്പം ഇതുവരെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് പിഴവാരും ആരോപിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഹർജിയുടെ ഭാവി എന്താകും എന്നാണ് കരുതേണ്ടത് വിഷ്ണു? ഹഷ്മി, ഇത് രണ്ടാം തവണയാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി ഹൈക്കോടതിക്ക് മുമ്പാകെ വരുന്നത്. ആദ്യം നൽകിയ ഹർജി ഇതുവരെ തീർപ്പാക്കിയിട്ടില്ല. അതൊരു മറ്റൊരു സംഘടന, ഹിന്ദു സംഘടനയാണ് അതുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയത്. ഇപ്പോൾ വീണ്ടും രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ വരികയാണ്. ഇതേ ദേവസ്വം ബെഞ്ചാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ അന്വേഷണ സംഘത്തിന്റെ നിലപാടുകൾ ഒരു തരത്തിലും തെറ്റില്ല എന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിലൊക്കെ കോടതി വ്യക്തമാക്കിയിരുന്നു. അതിന് മുൻപിൽ വീണ്ടും ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ ഹർജിയുടെ മെറിറ്റിലേക്കൊന്നും കോടതി ഇപ്പോൾ കടന്നിട്ടില്ല. അത് ഈ ഡിഫാക്ടോ പരിഹരിച്ച ശേഷം മാത്രമേ ഹൈക്കോടതിക്ക് മുമ്പ് ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ ഈ ഹർജി പൂർണ്ണതോതിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കും. ഒരു CBI അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യത്തിലേക്ക് ഒരുപക്ഷെ ഇതിന്റെ പൂർണ്ണ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം അത്തരൊരു തീരുമാനത്തിലേക്ക് കോടതി പോകാനാണ് സാധ്യത. ഹാഷ്മി, ഓക്കെ. കോടതിക്ക് തന്നെ ഈ സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ കോടതിക്ക് തന്നെയുണ്ട്. കോടതി വെറുതെ ഒരു രസത്തിനൊരു സംശയം അതിൻ്റെ ഉത്തരവിൽ എഴുതി വെക്കില്ല എന്ന് നമുക്കും ബോധ്യമുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇതുവരെ ഈ അന്വേഷണ സംഘം വളരെ കൃത്യമായ വഴിയിൽ കൂടി പോകുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. പത്മകുമാറിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഒരു CBI അന്വേഷണം എന്ന് പറയുന്നത് അതെങ്ങനെയാവും കോടതി കാണുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.